5 പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഓരോ സ്ഥലത്തും കിട്ടുന്ന പച്ചമുളകിൻ്റെ എരിവിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക. 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. സവോള നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴറ്റിയാൽ മതി. ഗോൾഡൻ കളറൊന്നും ആവുന്നത് വരെ വഴറ്റേണ്ട കാര്യമില്ല. സവോള ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഉപ്പ്. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഏകദേശം ഒരു പെപ്പർ ചിക്കനാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി. ഇത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടോ അതല്ലെങ്കിൽ റോസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ അല്പം ഡ്രൈ ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഞാനിന്നിവിടെ 1 കിലോ ചിക്കൻ ഉപയോഗിച്ചാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. 1 ടേബിൾ സ്പൂൺ ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ ജോസേട്ടാ കൊക്കര കൊക്കര കൊക്കരക്കോ കൊക്കര കൊക്കരക്കോ. എത്ര കിലോ ഉണ്ടത്? ഒരു 3-3.5 കാണും ജോസേട്ടാ. സവാള അരിയാണോ ചേട്ടാ? അതെ, ചെറുതായിട്ട് കുറച്ചുകൂടെ. ഇത് ചെറുതാക്കുന്നത് അല്ല, കറിക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കണം കേട്ടാ. കുറച്ചുകൂടെ ചെറുതാക്കാം കേട്ടാ. അത് മതി, നമുക്ക് ഇത് മതിയല്ലോ. ഇത് നമ്മൾ പൊളിക്കൊന്ന്. എന്തും തപ്പണത് എവിടെ? എന്തോന്ന് തേങ്ങ തേങ്ങ തേങ്ങ? ഇത് തേങ്ങ ഇട്ട ചിക്കൻ അല്ല, കുരുമുളക് ഇട്ട പെപ്പർ ചിക്കനാണ് വയ്ക്കുന്നത്. അല്ല, ആണ്. തേങ്ങ ഇട്ട തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ സ്റ്റൂവാ. അല്ല, ആണ്. അതൊന്നും പറ്റൂല. അതേ പറ്റൂ. അതെങ്ങനെ ശരിയാവും? അത് പറ്റില്ല, അത് പറ്റില്ല, അത് പറ്റില്ല. ഇല്ലാതെ പറ്റില്ല. അതെന്താ ചേട്ടാ? അതെങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത്? നമുക്ക് ഓർഗാനിക് ചിക്കൻ അല്ലേ ചേട്ടാ വെക്കേണ്ടേ? കുരുമുളക് പൊടി ഇട്ട ഓർഗാനിക് ചിക്കൻ അതിങ്ങനെ പറ്റുമെന്നാ? കുരുമുളക് ഇട്ടത് എങ്ങനെയാണ് ഓർഗാനിക് ആവുന്ന? ചേട്ടാ, നമ്മൾ മലയാളികൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാത്ത ചിക്കൻ കറി എങ്ങനെ ചേട്ടാ ഓർഗാനിക് ആവുന്നേ? നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? ഓർഗാനിക് ചിക്കൻ കറി വെക്കുക. അതിനെന്ത് ചെയ്തു? 1 വർഷത്തിന് മുമ്പേ നമ്മൾ ഒരു കോഴിയെ വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്തത്? ഓർഗാനിക് രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തിയെടുത്തു. അപ്പം ഓർഗാനിക് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി ഇട്ട് തന്നെ വയ്ക്കണം. ഇവിടെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരെല്ലാം വന്ന് എന്തിനാണ്? തേങ്ങ കൊണ്ടുപോകാനല്ല, ഈ കുരുമുളക് കൊണ്ടുപോകാൻ വന്നതാണ്. തേങ്ങയ്ക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കൊളസ്ട്രോള്, ഫാറ്റ് ശരീരത്തിൽ കൂടും. നിങ്ങൾ ജിമ്മിൽ പോണ മനുഷ്യനല്ലേ, അപ്പൊ അത് വേണ്ട. ചേട്ടാ, അതെങ്ങനെ ശരിയാവാനാണ്? ചേട്ടൻ പറഞ്ഞതൊക്കെ ശരി തന്നെ.
ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഓർഗാനിക് തീറ്റ കൊടുത്തു. തീറ്റ കൊടുത്തത് മുഴുക്കിയ ഞാനാണ് പുല്ല് പറക്കാൻ പോയത്, ഞാനാണ് അരി മേടിക്കാൻ പോയത്. ഞാൻ അവിടെ പോയി മണ്ണിരെ ഇളക്കി ഇളക്കി എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കും. അറിയാൻ വേണ്ടത്. അപ്പൊ അത് ചേട്ടൻ പറഞ്ഞ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അവരൊക്കെ നാട് വിട്ടു പോയിട്ട് എത്ര നാളായി. ഫാറ്റിന്റെ കാര്യം ഞാൻ ജിമ്മിൽ പോകുന്നു. എന്റെ ജിം ഇൻസ്ട്രക്ടർ പറഞ്ഞ 30% ഫാറ്റ് വേണമെന്നാ. അറിയാമോ? അതുകൊണ്ട് എനിക്ക് ഫാറ്റൊന്നും പ്രശ്നമല്ല. നമുക്ക് ഇത് മതി. തേങ്ങാപ്പാൽ ഇട്ടതാണ് ഏറ്റവും നല്ലത്. കേട്ടോ? അതെടുക്കാം. നിനക്ക് ഫാറ്റ് വിഷയമില്ലെങ്കിലേ എനിക്ക് ഫാറ്റ് വിഷയമുണ്ട്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ചാവാനുള്ള താല്പര്യമൊന്നുമില്ല. നീ ചത്തോ? ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞേക്കെ. ഒരു അരമണിക്കൂർ എന്നോട് ജിമ്മിലോട്ട് വരാൻ. ചേട്ടനല്ലേ വരാത്തത്. പിന്നെ ഈ ഓർഗാനിക് ചിക്കൻ ആ ഐഡിയ എന്റെയും കൂടെ അല്ലേ ചേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ പറയണമെന്ന് ചേട്ടൻ കേൾക്കും. നമുക്ക് എന്ത് വന്നാലും നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കുറുക്കി വഴട്ടിയെടുക്കുന്ന ചിക്കൻ കറി സൂപ്പറാ. ചേട്ടാ അതിന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ നാക്കില് വെള്ളം പറയണം. ചേട്ടാ അത് ലെസ്പാട്ടോ പ്ലീസ്. ഇവിടെ അതല്ല വിഷയം. ഈ വീർത്ത് ഓർത്ത ചിക്കനൊക്കെ തിന്ന് അടുത്താണ് ഞാൻ നീ കൂടി കഴിഞ്ഞ വർഷം ഒരു ഓർഗാനിക് ചിക്കൻ്റെ ഐഡിയ ഇട്ടത്. ആ സംഗതി ഓക്കെ ആണല്ലോ. ഓക്കെ ആയി, ഒരു വർഷമായി നമ്മൾ ആ ചിക്കൻ ഓർഗാനിക് രീതിയിൽ വയ്ക്കുന്ന ഐഡിയയിലേക്ക് വന്നു. അപ്പോഴാണ് നീ ഈ ഫാറ്റ് കൊണ്ട് തേങ്ങ രഹസ്യം. തേങ്ങ എന്തോന്നാണ്? ഈ കടൽ മാർഗം ഒഴുകി വന്ന സാധനമാണ്. ഈ കടൽ മാർഗം ഒഴുകി വന്നപ്പോൾ നമ്മളെ കുരുമുളകെല്ലാം കടൽ മാർഗം ഒഴുകിക്കൊണ്ട് അവർ പോയി. ഈ കുരുമുളക് ഇവിടെ പൊടിച്ച് നമ്മളെ മണ്ണിൻ്റെ മണമുള്ള ഓർഗാനിക് സാധനങ്ങൾ കുരുമുളക് അത് ഇട്ട് വയ്ക്കുന്ന ചിക്കൻ, അത് ഇട്ട് നല്ല വറുത്ത് കുറുകുറ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ മറ്റേ ആ ഒരു ചാനലിൽ സാൻഡ്യോ അവൻ്റെ ആ പരിപാടി ഞാൻ കണ്ടത് തന്നെയാണ്. ചേട്ടാ ഇത് നമ്മുടെ ചിക്കൻ നമുക്ക് കറി വെക്കണം. ഇത് എന്റെ കോക്കനട്ട് ഒഴിച്ച് തേങ്ങാപ്പാലിൽ കുറുക്കിയെടുക്കുന്ന ചിക്കൻ. ഇത് ചേട്ടന്റെ പെപ്പർ ചിക്കൻ. പിടിയേട്ടാ. അതായത് നമ്മളെ ഓർഗാനിക് ചിക്കൻ, അതായത് നമ്മൾ ഒരു വർഷം കൊണ്ട് നമ്മൾ ഐഡിയ ആയിട്ട് നടക്കുന്നത് നമ്മളെ രണ്ടുപേരുടെ ഐഡിയ. ആ ഐഡിയയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു വയ്ക്കാം, കുറച്ച് കുരുമുളക് പൊടി, പ്രശ്നം തീർന്നേ. ആ എന്തിനാ അറിയിക്കണത്? ബാ അമ്മ കഴി ബാ. ചേട്ടാ കോഴിയുടെ എടാ കോഴി പോയടാ. ചേട്ടാ പോയല്ലേ? പ്രയാസമായ ഇത് പോകട്ടെ. ഒരു 3-3.5 കിലോ വരും. ഓർഗാനിക് എന്ന് പറയുന്നത് എന്താണ്? മട്ടൻ കറി. മട്ടൻ്റെ എന്താണത് കഴിക്കണമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നിനക്ക് ഈ പറഞ്ഞ തേങ്ങാപ്പാലിട്ടോ അതല്ല കുരുമുളക് പൊടിയിട്ടോ ഇനി എന്തിട്ട് വച്ചിരുന്നാലും അത് ഓർഗാനിക് തന്നെയാണ്. നമുക്ക് ഇനി അതിലേക്ക് പിടിക്കാം. ഇനി ഇതിനെ ഒരു സങ്കടം വിട്ടിട്ട് ഒരു കാര്യമില്ല. പോയത് പോയി. ബാ. അപ്പം മട്ടൻ കറി. ആ അപ്പം അതിന് നമുക്കൊരു ആട് വാങ്ങിക്കണം. അപ്പം അതിന് വാങ്ങിക്കുന്ന സംവിധാനങ്ങൾ മട്ടൻ കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാലിൻ്റെ പീസിനെടുക്കണം. ആ കാലിൻ്റെ പീസെടുത്ത് നല്ല ചെറിയതിൽ കിടക്കട അരിഞ്ഞ്
നമ്മൾ ഒരു ഉരുളിയിലിട്ട് ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം തേങ്ങ കൊത്തിടണം.